ഓം ശാന്തി. ശിവനും ഞാനും ഈ വർഷത്തെ ശിവരാത്രി ആഘോഷത്തിനായി ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിനോടൊപ്പം നിങ്ങളെല്ലാ ഭക്താത്മാക്കളും ഒരു വേറിട്ട ശിവരാത്രി ആഘോഷം നടത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? കഴിഞ്ഞ ഒരാഴ്ചയായി ബ്രഹ്മകുമാരി സഹോദരിമാരോടൊപ്പം ജ്ഞാനയുക്തമായ അർത്ഥവത്തായ ഒരു പ്രാക്ടിക്കൽ ശിവരാത്രി ആഘോഷമല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ശിവപരമാത്മാവിൽ നിന്ന് കിട്ടുന്ന ശക്തികളെക്കുറിച്ച് തിരിച്ചറിയാം. ശിവൻ എന്നാലേ പറയാറുണ്ടല്ലോ, ശക്തി എന്നാണല്ലോ. ശിവശക്തി എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും ശിവനും അർത്ഥം എന്താണ്? സർവശക്തിവാനായ പരമാത്മാവിൽ നിന്ന് ശക്തി ആർജിക്കുമ്പോഴാണ് നമ്മളെല്ലാം ശിവശക്തികളാകുന്നത്. അപ്പൊ എപ്പോഴാണോ ഞാൻ സർവശക്തിവാനായ ഭഗവാനോടൊപ്പം ചേരുന്നത്, എൻ്റെ ബുദ്ധിയോഗം ഈശ്വരനിൽ വെക്കുന്നത്, അഥവാ ധ്യാനം, രാജയോഗ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ശിവശക്തികളായി മാറാം. സർവശക്തിവാൻ നമുക്ക് മക്കൾക്ക് നൽകുന്ന പിതൃസ്വത്താണ് ശക്തികൾ. കാരണം ഭഗവാൻ നമ്മുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ ശിവപിതാവെന്ന് വിളിക്കുന്നതിന് പകരം ശിവബാബ എന്നാ വിളിക്കണം. ബാബ മീൻസ് അച്ഛൻ. അപ്പൊ അച്ഛൻ്റെ കയ്യിലുള്ള സ്വത്തെല്ലാം ആർക്കുള്ളതാണ്? മക്കൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് ശിവനും ഞാനും ശിവനും എന്ന് പേരിട്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഈശ്വരീയ ശക്തികളാണ് സമ്പത്തായി കിട്ടുന്നത്. ശക്തികൾ ആർജിക്കാനാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നമുക്ക് ജ്ഞാനം ഭഗവാൻ തന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഈശ്വരന് കിട്ടുന്ന ശക്തികൾ എന്താണ്? സൂക്ഷ്മ ശക്തികളാണ്, ആത്മീയ ശക്തികളാണ്, അലൗകിക ശക്തികളാണ്, ദൈവികമായ ശക്തികളാണ്. അപ്പൊ ദൈവത്തില്, പരമാത്മാവിൽ എന്ത് ശക്തിയുണ്ടോ അതെല്ലാം നമുക്ക് മക്കൾക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് പറയണേ, ഭഗവാൻ തൻ്റെ അതേ രൂപത്തിലാണ് തൻ്റെ മക്കളെ, മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് പറയാറില്ലേ? അപ്പോൾ ഈശ്വരന്റെ മക്കള് നമ്മൾ ഈ ശരീരമല്ലല്ലോ, ആത്മാവാണ് പരമാത്മാവിന്റെ കുട്ടി. അപ്പൊ പരമാത്മാവിൽ എന്തെല്ലാം ശക്തികളുണ്ടോ അത് നമുക്ക് ആത്മാവിനും പ്രാപ്തമാകുന്നതാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, ആത്മാവിലുള്ളത് മനസ്സാണ്, ബുദ്ധിയാണ്, സംസ്കാരമാണ്. ഇത് മൂന്നും ചേരുന്നതാണ് ഞാൻ. അപ്പോൾ സർവശക്തിവാൻ ശിവ പരമാത്മാവിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ നമുക്ക് പരിവർത്തനം ഉണ്ടാകുന്നതും മനസ്സിനും ബുദ്ധിക്കും സംസ്കാരത്തിനുമാണ്. മനസ്സ് മന്മനാഭവയാകുമ്പോൾ, പരമാത്മാ പിതാവില് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനസ്സ് ശാന്തമാകും. കാരണം ശിവഭഗവാൻ ആരാണ്? ശിവം ശിവകരം ശാന്തം എന്നല്ലേ പറയണേ. അപ്പൊ സദാ ശാന്തിയുടെ കടലായ, ശാന്തിധാം നിവാസിയായ, ശാന്തിയുടെ സാഗരമായ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ എനിക്കും എന്താ ലഭിക്കുന്നത്? പവർ ഓഫ് സൈലൻസ്, ശാന്തിയുടെ ശക്തി. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമാകുക അർത്ഥം എന്താണ്? സങ്കല്പങ്ങളുടെ എണ്ണം കുറയും. കാരണം മനസ്സെന്നാൽ സങ്കല്പ ശക്തിയാണ്. അപ്പൊ സങ്കല്പങ്ങളുടെ സ്പീഡ് കുറയും, ക്വാളിറ്റി കൂടും. അപ്പൊ നമ്മുടെ വിചാരശക്തി, പവർ ഓഫ് തോട്ട്സ്, പ്യുവർ, പോസിറ്റീവ്, പവർഫുൾ, ശുഭവും ശുദ്ധവും ശക്തിശാലിയുമായ സങ്കല്പങ്ങളുടെ ഉടമയായിട്ട് നമ്മൾ മാറും. അപ്പൊ എന്താവും? തോട്ട്സുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ ടെൻഷൻ കുറയും, സ്ട്രെസ് കുറയും, സംഘർഷങ്ങൾ മനസ്സിലേക്ക് കുറയും, ക്വാളിറ്റി ഓഫ് തോട്ട് ഇൻക്രീസ് ആവും. അപ്പൊ നമ്മുടെ സങ്കല്പങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ക്വാളിറ്റി ഉള്ളതായി മാറും. അതായത് നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി മാറും. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് മനസ്സിന്, മനസ്സ് ശാന്തമാക്കും, ക്വാളിറ്റി ഓഫ് തോട്ട്സ്, പവർ ഓഫ് തോട്ട്സ്, അതാണ് നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ പവർ. കാരണം മനഃശക്തിയെപ്പോലൊരു ശക്തി ഈ ലോകത്തിലില്ലല്ലോ. കാരണം ഈ ലോകത്തിൽ എന്തെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മുടെ സങ്കല്പശക്തിയിലൂടെ ഉണ്ടാകുന്നതല്ലേ. അപ്പൊ ഈശ്വരൻ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ സൂക്ഷ്മ ശക്തി എന്താണ്? നമ്മുടെ സങ്കല്പശക്തിയുടെ ക്വാളിറ്റി കൂടും. രണ്ടാമത്തതാണ് ബുദ്ധിശക്തി. ബുദ്ധിയുടെ ജോലി എന്താണ്? നിർണയം.
തീരുമാനങ്ങൾ എടുക്കുക. സമയം, സന്ദർഭം, വ്യക്തി, സാഹചര്യത്തിനനുസരിച്ച് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുക. കാരണം നമ്മുടെ ഡിസിഷൻസ് ആണല്ലോ, തീരുമാനങ്ങളാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമായി പരിണമിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതം നല്ലതാകണമെങ്കിൽ, പ്രവൃത്തികൾ ശ്രേഷ്ഠമാകണമെങ്കിൽ, കർമ്മവും കർമ്മഫലവും ശ്രേഷ്ഠമാകണമെങ്കിൽ നിർണയങ്ങൾ പ്രോപ്പറായിരിക്കണം. അപ്പൊ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ രാജയോഗ ധ്യാനത്തിലൂടെ നമുക്ക് ആർജിക്കുന്ന അടുത്ത സൂക്ഷ്മ ശക്തി നമ്മുടെ ബുദ്ധി ശക്തിശാലിയായി മാറും. ഇപ്പൊ നല്ല നിർണയം, ശരിയായ സമയത്ത് ശരിയായ നിർണയങ്ങൾ നടത്താൻ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതം റൈറ്റിയസ് ആയിട്ടുള്ള പാത്തിലൂടെ പോകും. കാരണം പരമാത്മാവിൽ നിന്ന് കിട്ടുന്നത് മൈറ്റ് അല്ലേ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവശക്തിവാൻ. സർവശക്തിവാന്റെ ശക്തികൾ കിട്ടുമ്പോൾ ആ മൈറ്റ് നമ്മളെ റൈറ്റിയസ് ആക്കി മാറ്റും. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ ലൈറ്റ്, ആത്മാവ് ലൈറ്റ് ആണല്ലോ, പരമാത്മാവും ലൈറ്റ് ആണ്. അപ്പൊ ഞാൻ ആത്മാവാകുന്ന ലൈറ്റ്, പരം ജ്യോതി, പരമമായ ലൈറ്റിലേക്ക് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ, ഈശ്വരനുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുമ്പോൾ, ആ പവർ ഹൗസിൽ നിന്ന് കിട്ടുന്ന കറണ്ടിലൂടെ നമുക്ക് റൈറ്റിയസ് ആക്ഷനിലേക്ക് വരാൻ പറ്റും. സോ ലൈറ്റ്, മൈറ്റ് എടുക്കുക സർവശക്തിവാനിൽ നിന്ന്. അപ്പൊ എന്താവും? നമ്മുടെ ജീവിതം റൈറ്റായിട്ട് മാറും. റൈറ്റിയസ് മാർഗത്തിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. മൂന്നാമത്തെ ശക്തിയാണ് നമുക്ക് കിട്ടണേ, മനസ്സ്, ബുദ്ധി കഴിഞ്ഞാൽ മൂന്നാമത്തത് എന്താണ്? ആത്മാവായ എൻ്റെ മൂന്നാമത്തെ പവറാണ് സംസ്കാരം. അപ്പൊ സംസ്കാരം നമ്മുടെ ഡിവൈനാകും, ദിവ്യമാകും. സംസ്കാരത്തിന് പരിവർത്തനത്തിനുള്ള ശക്തി ലഭിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും മാറണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? പലപ്പോഴും നോക്കൂ, പല കാര്യങ്ങളും നമുക്ക് തെറ്റാണെന്നറിയാം. സപ്പോസ് ഇപ്പൊ നമുക്ക് ദേഷ്യം വരുന്ന നേച്ചർ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ കുടുംബങ്ങളിലെ. കുടുംബത്തിൽ മാത്രമല്ല, നമ്മൾ എവിടെയായാലും നമുക്ക് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റണില്ല. എത്ര വലിയൊരു സമസ്യ, എവിടെ പോയാലും പ്രോബ്ലമാണ് അല്ലെ? ഇപ്പൊ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, വാക്കുകളിൽ നിയന്ത്രണം ഉണ്ടാവില്ല, പെരുമാറ്റത്തിൽ നിയന്ത്രണം ഉണ്ടാവില്ല അല്ലെ? ചെയ്യുന്നതിലും പറയുന്നതിലും ഒന്നും അൺകൺട്രോൾഡ് ആകും ലൈഫ്. അപ്പൊ നമുക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പെട്ടെന്ന് ഞാൻ ദേഷ്യക്കാരനാണ്, ദേഷ്യക്കാരിയാണെന്ന് അറിയാം, പക്ഷെ മാറാൻ പറ്റണില്ല. കാരണം എന്താ? ദേഷ്യം എന്ന് പറയുന്ന അസുരൻ നമ്മളെ അങ്ങനെ അടിമയാക്കിയിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ഈ അസുരന്മാര് പറയാറുണ്ടല്ലോ, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഈ 5 ദുർഭൂതങ്ങള്, ദുർവികാരങ്ങള്, അല്ലെങ്കിൽ ഈ വിഷസർപ്പം, ഇതാണ് ശരിക്കും വിഷസർപ്പം. ഈ വിഷപ്പാമ്പിന്റെ പിടിയില നമ്മള്. അപ്പൊ നമുക്ക് പരിവർത്തനപ്പെടേണ്ടത് എന്താണ്? ഈ 5 ദുർവികാരങ്ങളെയാണ് പരിവർത്തനപ്പെടുത്തേണ്ടത്. കാമം മാറി ശുദ്ധ കാമന, ശുദ്ധ സ്നേഹമുള്ളവരെയും മാറണം. അപ്പോ കാമം ഒരാസക്തിയാണ്. കാമം ദേഹത്തിനോടാകാം, കാമനകൾ, ആഗ്രഹം, ഇച്ഛ ദേഹത്തോടാകാം. ദേഹത്തോടുള്ള ആസക്തിയാകുമ്പോൾ അത് കാമവികാരമായി മാറും. അത് ബന്ധങ്ങളോടാകുമ്പോൾ മോഹമായിട്ട് മാറും. വസ്തുക്കളോടാകുമ്പോൾ അത് ലോഭമായി മാറും. പദവിയോടും പേരിനോടും പ്രശസ്തിയോടും ആകുമ്പോൾ അത് അഹങ്കാരമായി മാറും. അപ്പൊ ഈ 5 ദുർവികാരങ്ങളെ നമുക്ക് പരിവർത്തനപ്പെടുത്താനുള്ള ശക്തിയാണ് സർവശക്തിവാനിൽ നിന്ന് കിട്ടണത്. എങ്ങനെ പരിവർത്തനപ്പെടും? കാമം മാറി ശുഭഭാവനകള്, ശുദ്ധമായ ആഗ്രഹങ്ങള്, ശുദ്ധമായ സ്നേഹം, അത് സർവരോടും ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ആളിനോട് മാത്രമേ ഇരിക്കില്ല, ബന്ധത്തോടായിരിക്കില്ല. കാരണം ഞാനൊരു ആത്മാവാണെന്നറിഞ്ഞ് നമ്മളെല്ലാം പരമാത്മാവിന്റെ മക്കളാണെന്ന് അറിയുമ്പോൾ നമുക്ക് പവിത്രമായ ഒരു സ്നേഹം എല്ലാവരോടും വരും. അപ്പൊ ഫസ്റ്റ് പരിവർത്തനം എവിടെയാണ് സംഭവിക്കുക? ദൃഷ്ടി പരിവർത്തനം. നമ്മുടെ ദൃഷ്ടികോൺ മാറും. കാരണം 3-ാം കണ്ണിലൂടെ നമ്മൾ എല്ലാവരെയും കാണാൻ തുടങ്ങും. കണ്ണ് തുറന്നില്ലേ എല്ലാവർക്കും? ഈ ശിവരാത്രിയോടുകൂടി നമുക്ക് 3-ാം കണ്ണിന്റെ കാഴ്ച കിട്ടി. ഞാനൊരു ആത്മസ്വരൂപമാണെന്നറിഞ്ഞപ്പോൾ സർവരെയും എൻ്റെ ആത്മസഹോദരങ്ങളായി കാണാൻ തുടങ്ങുമ്പോൾ ആ ദൃഷ്ടി പരിവർത്തനത്തിലൂടെ പവിത്രമായ ബന്ധം എല്ലാവരോടും, അത് അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും എല്ലാ ബന്ധങ്ങളിലും ഒരു പവിത്രമായ ദൃഷ്ടി. അപ്പൊ നമ്മൾ വീട്ടിൽ മാത്രമല്ല, നമ്മൾ അയൽക്കാരോടാണെങ്കിലും, ജോലി സ്ഥലത്ത് പോയാലും, ഒരു വാഹനത്തിൽ യാത്ര ചെയ്താലും, ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും സർവരും ആരാണ്? പരമാത്മാവിന്റെ മക്കൾ. എല്ലാവരെയും ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായി കാണാൻ തുടങ്ങിയില്ലേ? ഇതാണ് നമ്മുടെ ദൃഷ്ടി പരിവർത്തനം. ഈ പരിവർത്തന ശക്തിയാണ് നമുക്ക് ഞാൻ ശിവനോടൊപ്പം, പരമാത്മാവിനോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ മെഡിറ്റേഷനിലൂടെ പ്രാപ്തമാകുന്ന പരിവർത്തന ശക്തിയിൽ ഫസ്റ്റ് ദൃഷ്ടി പരിവർത്തനം. ആത്മീയമായൊരു ദൃഷ്ടി,
നമ്മുടെ കണ്ണട ഒന്ന് മാറുകയാണ്, പുതിയ കണ്ണട നമുക്ക് ലഭിക്കുകയാണ്, പരിവർത്തന ശക്തി നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ എന്തായി? ശുദ്ധമായ സ്നേഹം എല്ലാവരോടും, ബന്ധങ്ങളാണെങ്കിലും എല്ലാവരോടും ശുദ്ധമായ പ്രേമം. അശുദ്ധമാകുമ്പോഴാണ് അത് മോഹമായി മാറണം. ശുദ്ധ സ്നേഹമാകുമ്പോൾ എല്ലാവരോടും നമുക്ക് പവിത്രമായ ഒരു സ്നേഹബന്ധം ഉണ്ടാവും, അതിൽ അശുദ്ധി ഉണ്ടാകില്ല. ലോകത്തിൽ എല്ലാവരോടൊപ്പം നമുക്ക് ഇടപഴകാം. അപ്പം ഇന്ന് ലോകത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ആൺപെൺ പ്രശ്നങ്ങൾ, ആസക്തിയുടെ പ്രശ്നങ്ങൾ, സ്ത്രീ പുരുഷ ആകർഷണം, സ്ത്രീക്ക് സ്ത്രീയോടുള്ള ആകർഷണം, പുരുഷനോടുള്ള ആകർഷണം, ഇന്ന് കൊച്ചുകുട്ടികളാകട്ടെ, യുവാക്കളാകട്ടെ, വിവാഹം കഴിഞ്ഞവർ തന്നെ ആയിക്കോട്ടെ, അല്ലെ, എത്ര തരത്തിലുള്ള കാമാസക്തിയുടെ, ദുർവികാരത്തിൻ്റെ, ഈ പാമ്പിൻ്റെ പിടിയിൽപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യണം. കുട്ടികളിൽ നിന്ന് തുടങ്ങി ആബാലവൃദ്ധ ജനങ്ങളും. പറയാറുണ്ടല്ലോ, നമ്മുടെ കലിയുഗത്തിൽ ഇന്ന് നമ്മുടെ ലോകത്തെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അഗ്നിയാണ് കാമാഗ്നി. അതുകൊണ്ട് സർവശക്തിവാൻ നിന്ന് കിട്ടുന്ന ശക്തിയിലൂടെ നമുക്ക് ഈ അഗ്നിയെ തണുപ്പിക്കാനുള്ള ശീതള ജലമാണ് ശാന്തിയുടെ കടലായ സർവശക്തിവാനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് കിട്ടണം. അപ്പം നമ്മുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങുമ്പോൾ ശാന്തിയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പവിത്രത കൊണ്ടുവരും, പവർ ഓഫ് പ്യൂരിറ്റി നമുക്ക് നൽകും. അപ്പം ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിലെല്ലാം നമുക്കൊരു പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അപ്പം കാമം മാറി സർവരോടും ശുദ്ധ സ്നേഹം വരും. ക്രോധത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് എല്ലാവരോടും ശാന്തിയുടെ ശക്തി, ക്ഷമയുടെ ശക്തി, സഹനശക്തി ഉണ്ടാകും. സഹിക്കാനുള്ള ഒരു ബലം നമുക്ക് ലഭിക്കും. അതാണല്ലോ ഏറ്റവും പ്രധാനം നമുക്ക് വേണ്ടത്. സഹിക്കാനുള്ള ശക്തി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തും ഒക്കെ നമ്മൾ പൊട്ടിത്തെറിക്കും. ഒന്നീ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ പൊട്ടിക്കരയും, അല്ലേ? പുരുഷന്മാരാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ലേഡീസ് ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊട്ടിക്കരയും. കാരണം നമ്മുടെ ഉള്ളിൽ സഹനശക്തി കുറയുമ്പോൾ, ക്ഷമിക്കാനുള്ള ശക്തി കുറയുമ്പോൾ. നമ്മളൊരു വീട്ടിലായാലും ഓഫീസിലായാലും നോക്കൂ, നമുക്ക് ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സഹനശക്തി. കാരണം നമ്മൾ രാജ്യത്തിൻ്റെ ബോർഡറിൽ നിൽക്കുന്ന ഒരു പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ റോളല്ലല്ലോ നമുക്ക്. അവിടെ ആകുമ്പോൾ ശത്രു വരുമ്പോൾ നമുക്ക് തോക്കെടുക്കാം, ഷൂട്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം. കാരണം രാജ്യത്തിൻ്റെ കാവലിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ 4 ആൾ 5 ആൾ ജീവിക്കുമ്പോൾ അവിടെ എപ്പോഴും നമുക്ക് വാളെടുക്കാനും തോക്കെടുക്കാനും പറ്റില്ലല്ലോ. നമുക്ക് പരസ്പരം ശത്രുക്കളാകാൻ പറ്റില്ലല്ലോ. അപ്പം ആരെങ്കിലും ഒരാൾ മൂഡ് ഓഫായി, അല്ലെങ്കിൽ ഒരാൾ പൊട്ടിത്തെറിച്ചു, ഒരാളുടെ പക്കൽ ശാന്തിയുടെ ശക്തി ഉണ്ടെങ്കിൽ, ക്ഷമയുടെ ബലം ഉണ്ടെങ്കിൽ, സഹനശക്തി ഉണ്ടെങ്കിൽ, ഒരാൾക്ക് അല്പസമയം മിണ്ടാതിരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിൽ പൊട്ടിത്തെറികൾ കുറച്ച് കുറയ്ക്കാൻ പറ്റും, അല്ലേ? കാരണം നമുക്ക് കുടുംബത്തിലും ഒരു ഓഫീസിലും എന്നും ജീവിക്കേണ്ടതാ, ഡെയിലി കാണേണ്ട ആൾക്കാരാ, എന്നും ഇടപഴകേണ്ടവരാ. അപ്പം അവിടെ നമുക്ക് സഹനശക്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ ദുർബലതയല്ല. ചിലർ വിചാരിക്കും, ഓ സഹിക്കുക പറഞ്ഞത് നമ്മുടെ ദുർബലതയല്ലേ, നമ്മൾ പ്രതികരിക്കണ്ടേ? നമ്മൾ പ്രതികരിക്കുകയല്ല നമുക്ക് ആവശ്യം, റിയാക്ഷൻ അല്ല നമുക്ക് വേണ്ട, റെസ്പോണ്ട് ചെയ്യണം. പക്ഷെ ഏറ്റവും ബെറ്റർ വേയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ് സഹനശക്തി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഹസ്ബൻഡ് വൈഫ് ഒരാളൊന്ന് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അടുത്ത ആളൊന്ന് അല്പസമയം വിവേകത്തോടു കൂടി ശാന്തമായി പെരുമാറിയാൽ തന്നെ നമുക്ക് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ എത്ര എളുപ്പമാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് മെഡിറ്റേഷനിലൂടെ, രാജയോഗ ധ്യാനത്തിലൂടെ നമ്മുടെ സഹനശക്തി വർദ്ധിക്കും. അപ്പം നമുക്ക് എവിടെ, എപ്പോൾ, എങ്ങനെ, എത്രത്തോളം ശക്തികളെ എങ്ങനെ കാര്യങ്ങളിൽ ഉപയോഗിക്കണം, സദുപയോഗം ചെയ്യണം, അതിനുള്ള ബലം കിട്ടും. കാരണം ഇപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറ്റില്ല എന്ന് തോന്നും. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഓ ഭൂമിയോളം സഹിച്ചു, ഇനി എനിക്ക് പറ്റില്ല. എത്ര കാലം കൊണ്ട് സഹിക്കണേ? ഇപ്പം നമുക്ക് ആരെ കിട്ടി? സർവശക്തിവാൻ പവർ ഹൗസിനെ കിട്ടി. പവർ ഹൗസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കറണ്ട് എടുക്കുകയാണ്. അതുകൊണ്ട് ഈശ്വരീയ ശക്തിയുടെ ബലം നമുക്ക് ഒറ്റയ്ക്കായാൽ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അസംഭവ്യം എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളും നമുക്കിപ്പോൾ സംഭവ്യമായിട്ട്. അതാണ് സർവശക്തിവാനിൽ നിന്ന് കിട്ടുന്ന ശക്തിയുടെ ബലം. അതേപോലെ നമുക്ക് അടുത്തൊരു സാഹചര്യമാണ് തിരിച്ചറിയാനുള്ള ശക്തി. നമ്മുടെ മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയില്ല, നല്ലതും കെട്ടതും തിരിച്ചറിയില്ല. അപ്പം നമ്മുടെ മനസ്സാകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പം ഞാൻ എന്താ ചെയ്യുക? അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ?
അല്ലേ? കലങ്ങിയ മനസ്സോടുകൂടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിർണയങ്ങളും ശരിയായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് തിരിച്ചറിയാനുള്ള ശക്തി കുറയുമ്പോഴാണ്, ഇപ്പോൾ നമുക്കറിയില്ലേ, ഫോൺ തന്നെ നോക്കൂ, വാട്സപ്പിലാകട്ടെ, SMS ആകട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാകട്ടെ, ഏത് തരത്തിലുള്ള ചതിക്കുഴികളിൽ നമ്മൾ പോയി പെടാതിരിക്കണമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ ശക്തി വേണം. ഇപ്പൊ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നത് ഫോണിലാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേണ്ടാത്ത പലതും ഉണ്ട്, പല ചതിക്കുഴികളും ഉണ്ട്. അപ്പൊ ആ ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, വെളിച്ചം വേണം. കാരണം ഇരുട്ടത്ത് നടക്കുമ്പോഴാ ചതിക്കുഴികളിൽ പോയി വീഴണം, അല്ലേ? അപ്പൊ നമുക്ക് സത്സംഗത്തിലൂടെ കിട്ടുന്നത്, നിത്യ സത്സംഗത്തിലൂടെ ലഭിക്കുന്ന ഈശ്വരീയ ജ്ഞാനത്തിന്റെ വെളിച്ചം നമുക്ക് തിരിച്ചറിയാനുള്ള ശക്തി തരും. ആ തിരിച്ചറിയാനുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ ഇത് റൈറ്റ്, ഇത് റോങ്, ഇത് നല്ലത്, ഇത് കെട്ടത്, അപ്പൊ നമുക്ക് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിന് തിരിച്ചറിയാനുള്ള ശക്തി കിട്ടും. അതാണ് നിത്യ സത്സംഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം. പണ്ട് പറയാറില്ലേ, സത്സംഗം നിത്യേന. ഇത് നമുക്ക് ലൈറ്റാ തരുന്നത്. കാരണം സർവശക്തിവാൻ ആരാണ്? ജ്ഞാന സൂര്യനാണ്. അപ്പൊ സർവശക്തിവാൻ അറിവിന്റെ കടലായതുകൊണ്ട് പരമാത്മാവിൽ നിന്ന് കിട്ടുന്ന അറിവിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ നീക്കിത്തരും. തിരിച്ചറിയാനുള്ള ശക്തി നമുക്കുണ്ടാവും. എങ്ങനെയാണ് ഒരു സ്വർണ്ണപ്പണിക്കാരൻ സ്വർണ്ണം ഉരച്ചു നോക്കണ ഉരകല്ലില്, അതേപോലെ നമ്മുടെ മനസ്സിന് നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ ഉറച്ചു നോക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ഉരകല്ലിന്റെ ജോലിയാണ് നിത്യസത്സംഗത്തിലൂടെ കേട്ടത്. മൂന്നാമത്തതാണ് നമുക്ക് നല്ല നിർണയങ്ങൾ എടുക്കാനുള്ള ശക്തി. നമ്മൾ പറഞ്ഞല്ലോ, ബുദ്ധിക്ക് പവർ കൂടും. അപ്പൊ നല്ല തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കാൻ പറ്റും. സമയത്തെടുക്കുന്ന തീരുമാനങ്ങളാണ് ഏറ്റവും പ്രധാനം. ഒരു സെക്കൻഡിൽ നമുക്ക് വീഴ്ച പറ്റിയാൽ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഒരു വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുക, ഒരാൾ കുറുക്ക് ചാടുക, ആ സമയത്ത് സെക്കൻഡിൽ ബ്രേക്ക് ചെയ്യണം. സെക്കൻഡിൽ ബ്രേക്ക് ഇടാൻ നമുക്ക് കഴിഞ്ഞില്ല, പോയി ഇടിച്ചതിന് ശേഷം ബ്രേക്ക് ഇട്ടിട്ട് കാര്യമില്ല. അയ്യോ, എനിക്ക് ബ്രേക്ക് ഇടാമായിരുന്നു, അപ്പോഴേക്ക് ഡെത്ത് നടന്നിട്ടുണ്ടാവും, ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെയാണ് ജീവിതത്തിലും. പലപ്പോഴും നമ്മൾ പല വാക്കുകൾ തന്നെ പറഞ്ഞു പോയതിന് ശേഷം പറയില്ല, അയ്യോ, അപ്പം നമ്മളങ്ങനെ അല്പം ഞാനൊന്ന് നിയന്ത്രിച്ചാൽ മതിയായിരുന്നു, എന്നാൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു, അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. കാരണം സമയത്ത് ശരിയായ നിർണയം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ബുദ്ധിക്ക് ശക്തി വരണമെങ്കിൽ ബുദ്ധിയോഗം പരമാത്മാവിൽ വേണം. സോ രാജയോഗത്തിൽ നമ്മൾ ബുദ്ധിയോഗം പരമാത്മാവിൽ വെച്ച് ആത്മാവാണെന്ന സ്മൃതിയിലിരുന്ന് പരമാത്മാവിനെ ഓർമ്മിക്കുക. അപ്പൊ ശക്തി ആർജിക്കാൻ പറ്റും. കാരണം ഞാൻ ആത്മാവാണെന്നുള്ള ഓർമ്മ വരുമ്പോൾ തന്നെ ശക്തി സംഭരിക്കപ്പെടാൻ, ഞാൻ ശരീരമാണെന്നുള്ള ഓർമ്മ വരുമ്പോൾ തന്നെ നമ്മുടെ ശക്തികൾ ഡ്രെയിൻ ആകുകയാണ്, ചോർന്നു പോകാൻ തുടങ്ങും. അപ്പൊ നമുക്ക് വേണ്ടത് രാജയോഗത്തിലൂടെ കിട്ടുന്നത് നമുക്ക് ഈ കോൺഷ്യസ് ഷിഫ്റ്റ് ആണ്. ശരീരബോധത്തിൽ നിന്ന് ഞാൻ ആത്മാവാണെന്ന ബോധത്തിലേക്ക് വരുമ്പോൾ തന്നെ ശക്തി ആർജിക്കാൻ തുടങ്ങും നമ്മൾ. ആത്മബോധത്തിൽ ഇരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കുക, ഇതാണല്ലോ രാജയോഗം. അപ്പൊ പരമാത്മ ശക്തിയും കൂടെ ആഡ് ആവും. അപ്പൊ എന്താവും? ഡബിൾ ശക്തി, ഡബിൾ എഞ്ചിന്റെ പവറാണ് നമുക്ക് കിട്ടുന്നത്. ആ ഡബിൾ എഞ്ചിന്റെ പവറിലൂടെ നമുക്ക് ഒന്ന് ആത്മാവിന്റെ പവർ, മറ്റൊന്ന് സർവശക്തിവാൻ പരമാത്മാവിന്റെ ശക്തി, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്നാണ്. മൂന്നാമത്തെ ശക്തി സഹനശക്തി, തിരിച്ചറിയാനുള്ള ശക്തി, തീരുമാനം എടുക്കാനുള്ള ശക്തി. നാലാമത്തത് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തി. എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളണം, അല്ലേ? നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരും നമ്മൾ വിചാരിക്കും പോലെ ആകണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടേതായ കാഴ്ചപ്പാട് പോലെ ആകണമെന്നില്ല. നമ്മൾ രണ്ട് മക്കളെ തന്നെ നോക്കൂ, രണ്ട് മക്കൾ രണ്ട് തരത്തിലുള്ളവരായിരിക്കും. ഒരാൾക്ക് ചിലപ്പോൾ പ്ലസ് കൂടുതലായിരിക്കും, ഒരാൾക്ക് ചിലപ്പോൾ മൈനസ് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് രണ്ടുപേരെയും അവരവരായി ഉൾക്കൊണ്ടു പോകണം. രണ്ടുപേരെ, നമ്മുടെ രണ്ട് മക്കളെ പോലും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം രണ്ടാള് രണ്ട് സോളല്ലേ, രണ്ട് ആത്മാക്കളല്ലേ. പക്ഷെ രണ്ടാളും പരമാത്മാവിന്റെ മക്കളാ, എല്ലാവരും ഈശ്വരന്റെ മക്കളാ, അല്ലേ? എൻ്റെ മക്കളാണ് എന്നതിനേക്കാൾ ഉപരിയായ ഉയർന്ന കാഴ്ചപ്പാടാണ് അവര് ഭഗവാന്റെ മക്കളാണ്. അമ്മയും അമ്മായിയമ്മയും ഭഗവാന്റെ മക്കളാ, മുരുമോളും മോളും ഭഗവാന്റെ മക്കളാ. എല്ലാവരും ഈ സമസ്ത വിശ്വത്തിലുള്ള ഏത് ജാതിയായാലും മതമാണെങ്കിലും എല്ലാവരെയും ആത്മീയ ദൃഷ്ടിയിലൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ എളുപ്പമാണ്.
അതുകൊണ്ട് ഈ ജ്ഞാനമാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിത്യേനയുള്ള ക്ലാസ്സുകളും മെഡിറ്റേഷനും കേൾക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് അതിവിശാലമാകും. എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു ഉയർന്ന ദൃഷ്ടികോൺ, വിശാലമായൊരു ഹൃദയം നമുക്ക് നൽകും. അപ്പം നമുക്ക് ശ്രേഷ്ഠമായൊരു കാഴ്ചപ്പാടുണ്ടാവും. എല്ലാവരും എൻ്റെയാണ്. എന്താ കാരണം? ഞാൻ ഭഗവാന്റെയാണ്, ഭഗവാൻ എൻ്റെയാണ്, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെയാണ്. അപ്പം സർവരോടും നമുക്കൊരു സ്നേഹം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എല്ലാവരെയും അവരവരായി ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവും. ഇപ്പോൾ കയ്യിൽ തന്നെ നോക്കുക, 5 വിരലുകൾ 5 തരത്തിലാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. പക്ഷെ 5 പേരും വിചാരിക്കും ഞാനാ വലുത്, ഞാനാ വലുത്, ഞാൻ. അവരവരുടേതായ ഒരു ഈഗോയിലാണ് എല്ലാവരും. നമ്മളെല്ലാം അങ്ങനെയല്ലേ? ഞാൻ 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 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ശരീരബോധത്തിലാണ് നമുക്ക് ഈഗോ. ഞാൻ ശുദ്ധ ചൈതന്യ ആത്മാ പരമാത്മാവിന്റെ കുട്ടിയാണെന്നുള്ള ഓർമ്മ തന്നെ നമുക്ക് നമ്മുടെ ഈഗോയെ നമുക്ക് സീറോയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഈഗോ സീറോ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഹീറോ പാർട്ട് അഭിനയിക്കാൻ പറ്റും. എങ്ങനെയുള്ള ഹീറോ പാർട്ട്? ഞാൻ സർവശക്തിവാന്റെ കുട്ടിയാണ്, അപ്പൊ എല്ലാവരും എൻ്റേതാണ്. അപ്പൊ എല്ലാവരെയും അവരവരായി ഉൾക്കൊള്ളാനുള്ളൊരു ശക്തിയാണ് നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടണം. അത് തന്നെയാണ് എല്ലാവരെയും ഉൾക്കൊണ്ട് ചേർന്ന് പോകാനും ചേർത്ത് കൊണ്ടുപോകാനും കഴിയുക എന്നത് തന്നെയാണ് നമ്മുടെ ഹീറോ പാർട്ട് എന്ന് പറയുന്നത്. ഹീറോ പാർട്ട് അഭിനയിക്കുക. കാരണം ഇപ്പം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ. കാരണം സർവശക്തിവാൻ ശിവഭഗവാൻ കൂടെയില്ലേ. ഒറ്റയ്ക്കാണെങ്കിൽ പലതും നമുക്ക് കഴിയില്ല. നമുക്ക് അതുകൊണ്ടാണ് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പലരും. എനിക്ക് വയ്യ, എനിക്ക് ശക്തിയില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ആരുടെ കൂട്ട് വേണം? സർവശക്തിവാന്റെ കൂട്ട് വേണം. സർവശക്തികളും ഓഫർ ചെയ്തുകൊണ്ട് പരമാത്മ ഭൂമിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഭഗവാൻ എന്താ പറയണേ? കൈ നീട്ടി തരികയാണ്. മക്കളെ, നിങ്ങൾ എൻ്റെ കയ്യിൽ പിടിച്ചോളൂ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സർവശക്തിവാൻ തൻ്റെ സഹസ്ര കോടിക്കരങ്ങള് ഈശ്വരീയ ശക്തികളുടെ രൂപത്തിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് എന്തും ഫേസ് ചെയ്യാൻ, അടുത്ത പകവരാണ് എന്തും അഭിമുഖീകരിക്കാനുള്ള ശക്തി. പലപ്പോഴും നമുക്കറിയില്ലേ, ജീവിതത്തിലെ പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകുക. കാരണം ഇത് പരിഹാരമില്ലാത്തൊരു പ്രശ്നമാണ് പ്രിയപ്പെട്ടവരുടെ വേർപാടും. അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുക, മരണമൊക്കെ. അപ്പം നമുക്ക് താങ്ങാൻ പറ്റില്ല. വർഷങ്ങളോളം അത് ഓർമ്മിച്ച് സങ്കടപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഈ സത്സംഗത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും ശക്തി കിട്ടിയിട്ടുണ്ടാവില്ലേ? നമ്മുടെ ആരും മരിച്ചിട്ടില്ല. കാരണം നമ്മൾ കേട്ടുവല്ലോ, ആത്മാവിന് നാശമില്ല. ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന അടുത്തൊരു വസ്ത്രം, അടുത്തൊരു ജന്മം എടുക്കാന്. അത് ഓർമ്മിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ശക്തിയാ കിട്ടണേ. ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ശക്തി, സമാധാനമായിരിക്കാനുള്ള ശക്തി. അതാണ് പരിവർത്തന ശക്തി എന്ന് പറയുന്നത്. ദുഃഖത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പവർ. അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അനേക തരത്തിലുള്ള നമ്മുടെ സങ്കടങ്ങള്, സംഘർഷങ്ങൾ മാറി സമാധാനത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള ശക്തി കിട്ടും. അപ്പം മരണം, അതേപോലെ രോഗങ്ങള്, ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ എന്തെങ്കിലും വലിയ രോഗങ്ങളാണെന്ന്, ഇപ്പോൾ അങ്ങനെയുള്ള കാലമാണല്ലോ. പെട്ടെന്ന് ഒരു തലവേദന, പനിയായിട്ട് പോവുക, ഡോക്ടർ നോക്കിയിട്ട് അല്ല ഇത് സ്ട്രോക്കാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കാണ്, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ക്യാൻസറാണ്, എന്തെല്ലാം വലിയ വലിയ രോഗങ്ങളാണ് അല്ലേ. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കാനുള്ള ശക്തി നമുക്ക് ആദ്യം വേണ്ടേ? കേട്ടിട്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി നമുക്ക് വേണ്ടേ? അപ്പം ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യാനുള്ള പവർ മെഡിറ്റേഷനിലൂടെ പ്രാപ്തമാകും. അടുത്ത ശക്തിയാണ് നമുക്ക് സഹകരിച്ചു പോവുക. എല്ലാവരോടൊപ്പം സഹകരിച്ചു പോവുക. സഹകരിച്ചാലേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം നമ്മളെല്ലാവരും സമൂഹ ജീവിയാണ്. ഫാമിലിയിലാണെങ്കിലും നോക്കൂ, ഒന്നിലധികം ആൾക്കാർ. അയൽവക്കാണെങ്കിലും നോക്കൂ, നമ്മളൊരു ജോലി സ്ഥലത്ത് പോയാലും നോക്കൂ, എവിടെ പോയാലും നമ്മളൊരു സമൂഹ ജീവിയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ മെജോറിറ്റി കാര്യങ്ങളിലും നമുക്ക് ഒരു ടീം വർക്കായിട്ടേ പോകാൻ പറ്റൂ. ആ ടീം വർക്കിൽ ചേർന്ന് പോകുക എന്നുള്ളതാണ്, സഹകരിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സമയത്ത് സഹയോഗം കൊടുക്കുക. സമയത്ത് സഹയോഗം. ഇപ്പൊ ഈ പ്രോഗ്രാം തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുടെ കൂട്ടായ്മയോടുകൂടിയ എഫർട്ടിന്റെ ഫലമാണിത് അല്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും
എന്തെല്ലാം കാര്യങ്ങൾ, ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ എത്ര പേരുടെ സഹകരണം വേണം അല്ലേ? ആദ്യം അതിന് പൈസ വരണം, പൈസ വന്ന സാധനങ്ങൾ വരണം, സാധനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ആരെങ്കിലും വേണം അല്ലേ? ഉണ്ടാക്കുന്ന കാര്യത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പാത്രം കഴുകണം, പച്ചക്കറി മുറിക്കണം, എന്തെന്തെല്ലാം വിഷയങ്ങളല്ലേ? അതിന് ഗ്യാസ് വേണം, സമയത്ത് ഗ്യാസ് കിട്ടണം, കറണ്ട് വേണം, മിക്സി വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് അനേകരുടെ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കണം. അപ്പം നമുക്ക് സമയത്ത് സഹയോഗം കൊടുക്കുക, എവിടെയാണെങ്കിലും കോപ്പറേറ്റ് ചെയ്ത് പോവുക, അതിനുള്ള ഒരു ശക്തി നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടും. അപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും സർവർക്കും സഹയോഗികളായി, ഉപയോഗികളായി സമയത്ത് സഹയോഗം കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാന കാര്യം. സമയത്ത് നമുക്ക് തോന്നുമ്പോൾ ചെയ്യാന്നുള്ളതല്ല, എവിടെ എപ്പോൾ എന്താവശ്യമുണ്ടോ, ശരീരമാണോ ആവശ്യം, മനസ്സാണോ ആവശ്യം, ധനം കൊണ്ടുള്ള സഹയോഗമാണോ, മനസ്സ് നല്ല സങ്കല്പങ്ങൾ കൊണ്ടുള്ളതാണോ, ഏത് സമയത്ത് ഏത് തരത്തിലുള്ള സഹയോഗം ആവശ്യമാണോ ആ സഹയോഗം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സ് മോൾഡാക്കാം. അതാണ് നമുക്ക് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ കിട്ടുന്ന, രാജയോഗത്തിലൂടെ കിട്ടുന്ന അഷ്ടശക്തികളിൽ ഒരു ശക്തി. ഇനി അടുത്തത് നമുക്ക് തിരിച്ചറിയേണ്ടത്, ഭഗവാനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് കിട്ടണ അടുത്ത ശക്തിയാണ്, നമുക്ക് ഈശ്വരനെ എത്ര ഓർമ്മിക്കുന്നു അത്രത്തോളം നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി കിട്ടും. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം അതല്ലേ, നാവിൻ്റെ മേലെ നിയന്ത്രണമില്ല, കണ്ണിൻ്റെ മേലെ നിയന്ത്രണമില്ല, കാണാൻ പാടില്ലാത്തതും കാണും, കേൾക്കാൻ പാടില്ലാത്തതും കേൾക്കും, പറയാൻ പാടില്ലാത്തതും പറയും, ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യും. പൈസ കയ്യിലുണ്ട്, പക്ഷെ അതിനെ എങ്ങനെ സദുപയോഗം ചെയ്യണമെന്ന് അറിയില്ല. നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ട്, എങ്ങനെ എല്ലാവരെയും സദുപയോഗം ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആമയെ കണ്ടിട്ടില്ല, ആമ ആവശ്യത്തിന് മാത്രമേ കൈയും കാലും പുറത്തിടുള്ളൂ. അതുകൊണ്ട് പറയാറില്ലേ, ആമയ്ക്ക് ആയുസ് വളരെ കൂടുതലാണ്, കാരണം ഇന്ദ്രിയങ്ങളെ സദുപയോഗം മാത്രമേ ചെയ്യുന്നുള്ളൂ, ദുരുപയോഗപ്പെടുത്തുന്നില്ല. അതേപോലെ നമുക്ക് ആത്മാവിന് ഈ ശരീരം എന്തിനാ കിട്ടിയത്? ഇതിൽ ഇത്രയും അവയവങ്ങളുണ്ട്, ഇത്രയും ഓർഗൻസ് ഉണ്ട്, അകത്തും പുറത്തും. ഇതെല്ലാം എന്തിനാണ്? സദുപയോഗം ചെയ്യാനാണ്. എത്രത്തോളം സദുപയോഗം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ശക്തി കൂടും. അപ്പം അതുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സർവ്വകർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം കിട്ടും. കാരണം എന്താ? ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് വരുമ്പോൾ തന്നെ, ആത്മാവ് രാജാവിൻ്റെ സീറ്റിൽ സെറ്റാകുമ്പോൾ, രാജാവാണ്, ഞാനാണ് യജമാനൻ, ഈ ശരീരം എൻ്റെ രാജ്യമാണ്. അപ്പം നമ്മൾ സ്വരാജ്യാധികാരിയായി മാറുകയാണ്. സ്വരാജ്യാധികാരിയായി കൺട്രോളിങ് പവറും റൂളിങ് പവറും നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അഷ്ടശക്തികളിൽ അവസാനത്തേതാണ് പവർ ടു പാക്കപ്പ്, ഭാണ്ഡം മുറുക്കാനുള്ള ശക്തി. പട്ടാളക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരെപ്പോഴും അവരുടെ കയ്യിൽ അവരുടെ ഡ്രസ്സും അവർക്ക് കിടക്കാനുള്ള കിടക്കയും ഒക്കെ എപ്പോഴും റെഡി ആയിരിക്കും. കാരണം ഓർഡർ കിട്ടി, സെക്കൻഡിൽ എവിടേക്ക് പോകണോ അവിടെ എത്തണം. ഈ ദുരന്ത നിവാരണ സേനയൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാവരും എവർ റെഡി ആയിട്ടുള്ളവരായിരിക്കും. എവിടെ ആവശ്യം, എപ്പോൾ വിസിലടിക്കുന്നോ ഉടൻ അവിടെ എത്തിച്ചേരുക. ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് പലതും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരില്ലേ? ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി, ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ബന്ധങ്ങളിൽ ആരുടെ അടുത്താണോ നമ്മൾ വളരെയധികം സ്നേഹമായിട്ടിരുന്നത് അവരുടെ അടുത്ത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് മനസ്സിന് ദുഃഖം നൽകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ വരിക. ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചോ അവരുടെ അടുത്ത് നിന്ന് തന്നെ ചിലപ്പോൾ ചീറ്റിംഗ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ പറയണേ, ന്യാര പ്യാരയായിട്ട് ജീവിക്കൂ. എല്ലാവരോടും സ്നേഹം ഉണ്ടാവണം, എല്ലാവരുടെയും സ്നേഹിയായിട്ട് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്യൂ. പക്ഷെ എല്ലാം ചെയ്യുമ്പോഴും ഉള്ളുകൊണ്ട് ഞാനും ശിവനും, സർവശക്തിവാനോടൊപ്പമായിരിക്കണം ബുദ്ധിയുടെ ലിങ്ക്. എല്ലാവരും എൻ്റെയാ, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ പേരമക്കളാണ്. പക്ഷെ അവരെല്ലാം ഭഗവാന്റെ മക്കളാണെന്ന യാഥാർത്ഥ്യബോധം വേണം. കേവലം എൻ്റെ എന്ന് മാത്രം നമ്മൾ ഒട്ടിപ്പിടിച്ചിരുന്ന അറ്റാച്ച്മെന്റ് എവിടെയുണ്ടോ അവിടെ ഡിറ്റാച്ച്മെന്റ് വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല, വേദന ഉണ്ടാവും. അപ്പൊ വേദനിക്കാതിരിക്കണമെങ്കിൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഡിറ്റാച്ച്മെന്റിൽ വേദന വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ, നമ്മുടെ മനസ്സ് സമചിത്തതയിൽ ഒരു ഏകരസ അവസ്ഥയിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എല്ലാവരോടും ഉള്ളുകൊണ്ട് സ്നേഹം വേണം, ആത്മീയ സ്നേഹമായിരിക്കും. ഭഗവാന്റെ മക്കൾ എന്ന സേവ.
എവിടെ ജോലി ചെയ്യുന്നു, എല്ലാ ജോലിയും ആത്മാർത്ഥതയോടെ ചെയ്യണം, സത്യസന്ധമായി ചെയ്യണം. പക്ഷേ എവിടെ എത്ര വലിയ പ്രോജക്റ്റിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും റെസ്പോൺസിബിലിറ്റിയോടെയും ചെയ്യണം. പക്ഷേ ഞാനുണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ, ഞാനാണ് ഇത് ചെയ്യണേ, ഈ ഞാൻ എന്ന് പറയുന്ന ഈഗോ ഒട്ടിപ്പിടുത്തം, അതിൽ നിന്നാണ് നമുക്ക് മുക്തി വേണ്ടേ. ഞാൻ ആത്മാവ് ഒരു നിമിത്തം മാത്രമാണ്, പരമാത്മാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ജ്ഞാനം ശിവനും. സർവശക്തിവാൻ ചെയ്യിപ്പിക്കുന്നു, ഭഗവാന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ. പിന്നെ ഭഗവത് സേവയാണെല്ലാം, അതാണ് ജ്ഞാനം ശിവനും. ഏത് കാര്യം ചെയ്യുമ്പോഴും, അത് വീട്ടിലെ കാര്യമാണെങ്കിലും മക്കളുടെ കാര്യം ചെയ്യുമ്പോഴും ഓർമ്മ വേണം, ഇതും ഭഗവത് സേവയാണ്. ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച മക്കൾ, ഭഗവാൻ എന്നെ ഏൽപ്പിച്ച വീട്, ഭഗവാൻ ഏൽപ്പിച്ച ധനം. അപ്പോൾ ഓരോന്നും നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ജ്ഞാനം ശിവനും, സർവശക്തിവാൻ തന്നത്, സർവശക്തിവാൻ ഏൽപ്പിച്ചത്, ഭഗവത് സേവ, ഭഗവാന്റെ മക്കള് ഇരിക്കുന്ന വീടാണെങ്കിലും ഭഗവാന്റെ വീട്. ഭഗവാന്റെ വീട്ടിൽ ഞാനിരിക്കുക, എൻ്റെ വീട്ടിൽ ഞാൻ ഭഗവാന് പൂജാമുറി ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല, ഭഗവാന്റെ വീട്ടിൽ ഞാനിരിക്കുക. അതാണ് ജ്ഞാനം ശിവനും. അപ്പൊ എന്തായി? ആ വീടിന്റെ ഓണർ ആരാണ്? സർവശക്തിവാനാണ്. അപ്പൊ ഭഗവാന്റെ വീട്ടില്, ബാബ വീട്ടില്, ശിവബാബയുടെ വീട്ടിൽ നമ്മളിരിക്കുകയാണ്. ജ്ഞാനം ശിവനും. ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസം ജീവിക്കുമ്പോൾ, ഓരോ കാര്യം ചെയ്യുമ്പോൾ സർവശക്തിവാനായ അച്ഛന്റെ സ്വത്തെല്ലാം ആർക്കുള്ളതാണ്? അപ്പോൾ മക്കളായ നമുക്കുള്ളതാണ്. അപ്പൊ ഈ അഷ്ടശക്തികളും നമുക്ക് ഇപ്രകാരം ആർജിക്കാം. അഷ്ടശക്തികളെ സമയത്ത് നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പൊ നമുക്ക് അല്പസമയം ഈശ്വരനെ ഓർമ്മിച്ച് ജ്ഞാനം ശിവനും എന്ന അനുഭൂതിയിലിരിക്കാം. സർവശക്തിവാൻ പരമാത്മാവിൽ നിന്ന് അഷ്ടശക്തികളുടെയും അലങ്കാരം സ്വീകരിച്ച്, ഈ ഈശ്വരീയ ശക്തികളാണ് നമ്മുടെ അലങ്കാരം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ദേവീദേവന്മാർക്കൊക്കെ 8 കൈകളും കൈകളിലെല്ലാം ആയുധങ്ങളുടെ അലങ്കാരം കാണിച്ചിട്ടില്ലേ? യഥാർത്ഥത്തിൽ അതെന്താ? 8 കൈ എന്നുള്ളതല്ലല്ലോ, ആയുധങ്ങൾ എന്നുള്ളതല്ലല്ലോ, ശക്തികളാണ് ആയുധം, അലങ്കാരം. അപ്പൊ ഈ ശക്തികൾ ആർക്ക് കിട്ടുന്നതാ? നമുക്ക് മക്കൾക്ക് കിട്ടുന്ന അലങ്കാരങ്ങളാ. ആരുടെ അടുത്തുനിന്ന്? സർവശക്തിവാൻ ശിവ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ ആത്മാവിൽ നിറയുന്ന ഈ സൂക്ഷ്മ ശക്തികളാണ് സ്ഥൂല അലങ്കാരങ്ങളായി കാണിച്ചിരിക്കുന്നത്. അപ്പോ ഈ ആയുധങ്ങൾ കൊണ്ട് അസുര നിഗ്രഹം നടത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരുടെയെങ്കിലും കഴുത്തറുത്ത കാര്യമല്ല. പിന്നെയോ നമുക്ക് ശക്തികളും സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മ ശക്തികൾ ഉപയോഗിച്ച് നിഗ്രഹിക്കുന്ന അസുരന്മാരും സൂക്ഷ്മമാണ്. ഏതസുരന്മാര്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാമത്തിന്റെ, ക്രോധത്തിന്റെ, ദേഷ്യത്തിന്റെ, അസൂയയുടെ, വിദ്വേഷത്തിന്റെ, നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മമായ ദുർബലതകള്, അവഗുണങ്ങള്, അതാണ് അസുര സ്വഭാവങ്ങള്. ആ അസുരന്മാരെ നിഗ്രഹിക്കാൻ നമുക്ക് ഈശ്വരീയ ശക്തികൾ വേണം. ആ ദിവ്യ ശക്തികളെയാണ് ദിവ്യ അലങ്കാരങ്ങളായി കാണിച്ചിരിക്കുന്നത്. അതാണ് ദേവിമാർക്കൊക്കെ അലങ്കാരങ്ങൾ 8 കൈകളിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മളിലെ ഗുണങ്ങളാണ് ആടയാഭരണങ്ങളുടെ രൂപത്തിൽ അലങ്കാരങ്ങളായി കാണിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഗുണങ്ങളും ശക്തികളും ഉള്ളവരായി നമുക്ക് മാറാൻ പരമാത്മാ പിതാവിൻ്റെ ഓർമ്മ സഹായിക്കും. സർവശക്തിവാൻ്റെ ഓർമ്മയിലിരിക്കാം, നിവർന്നിരിക്കാം. വളരെ സ്നേഹത്തോടുകൂടി, എത്ര സ്നേഹം ഹൃദയത്തിൽ ഭഗവാനോടുണ്ടോ അത്രയും സ്നേഹത്തോടുകൂടി, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, ഹൃദയം നിറയെ സന്തോഷത്തോടുകൂടിയിരിക്കും. ശ്രദ്ധ ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ ആത്മസ്വരൂപത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ സർവശക്തിവാന്റെ കുട്ടിയാണ്. ഫീൽ ചെയ്യും. ഭ്രൂമധ്യത്തിൽ നക്ഷത്രം പോലെ തിളങ്ങും ദിവ്യ തേജസ്സാണ് ഞാൻ.
ശക്തി സ്വരൂപ ആത്മാവാണ് ഞാൻ. ശക്തികളുടെ തേജസ് ആത്മാവാകുന്ന ബൾബിൽ നിന്നൊഴുകി മനസ്സ് മുഴുവൻ നിറഞ്ഞ് മനസ്സ് ശാന്തമാക്കുകയാണ്. എൻ്റെ ബുദ്ധി ശക്തിശാലിയായി തീരുകയാണ്. സംസ്കാരം ദിവ്യമാകുകയാണ്. പരിവർത്തന ശക്തി ലഭിക്കുകയാണ്. മനസ്സും ശക്തം, ശക്തികളുടെ ഊർജമൊഴുകി എനിക്ക് ചുറ്റും മനസ്സും ശരീരവും ശക്തിശാലി വൈബ്രേഷൻ കൊണ്ട് നിറഞ്ഞ് ശക്തികളുടെ ഒരു കവചം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ശക്തിശാലിയായ ഓറയിലാണ് ഞാൻ. സർവശക്തിവാൻ പരമാത്മാവിൻ്റെ അരികിലേക്ക് ഒരു മാലാഖയെ പോലെ പറന്നുയരുകയാണ് ഞാൻ. സർവശക്തിവാൻ ബ്രഹ്മാണ്ടത്തിൻ്റെ നെറുകയിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ അരികിൽ പരിപൂർണ നിശബ്ദതയിൽ, സൈലൻസ് വേൾഡിൽ മനസ്സും ശാന്തം, ചുറ്റുപാടും ശാന്തം, ശാന്തി നിറഞ്ഞ വീട്ടിൽ ശാന്തിയുടെ കടലായ പരമാത്മാ പിതാവിൻ്റെ അരികിൽ സത്യം, ശിവം, സുന്ദരം. ഭഗവാന്റെ തിരുജ്യോതി സ്വരൂപം ദർശിച്ച് മനസ്സിലേക്ക് സർവശക്തിവാന്റെ ശക്തികളുടെ കറണ്ട് നിറയുകയാണ്. ഈശ്വരീയ ശക്തി പിതൃസ്വത്ത് പോലെ ആത്മാവായ എനിക്ക് ശക്തികളുടെ കരുത്തേകുകയാണ്. സഹസ്രകോടിക്കരങ്ങൾ പോലെ സർവശക്തിവാന്റെ കരണ്ട് എനിക്ക് ചുറ്റും കൈകളായി ഈശ്വരീയ ശക്തിയുടെ കരങ്ങളായി ഫീൽ ചെയ്യുകയാണ്. എൻ്റെ കുഞ്ഞൊറ്റയ്ക്കല്ല, ഞാനും ശിവബാബയും, ശിവനും ഞാനും സർവശക്തിവാനായ അച്ഛന് കൂടെ ഉണ്ടെന്ന് ഓർമ്മിക്കൂ കുട്ടി. ശിവബാബയുടെ സർവശക്തികരങ്ങൾക്കുള്ളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ സമ്പൂർണ്ണ സുരക്ഷ ഫീൽ ചെയ്യുകയാണ്.
സർവശക്തികളുടെ കവചം ഫീൽ ചെയ്യുകയാണ്. ഈശ്വരീയ ശക്തികൾ എനിക്ക് ചുറ്റും ബാബയോടൊപ്പം ഇരിക്കുമ്പോൾ അച്ഛനെ പോലെ അമ്മയെ പോലെ ഭഗവാൻ എന്നെ ശക്തികളാൽ അലങ്കരിക്കുകയാണ്. എനിക്ക് ചുറ്റും ഓരോ കരങ്ങൾ പോലെ ശക്തികളുടെ കൈകൾ ഫീൽ ചെയ്യുകയാണ് ഞാൻ. ആത്മാവായ ഞാൻ സൂക്ഷ്മമായിരിക്കുന്നത് പോലെ പരമാത്മാ പിതാവ് നൽകുന്ന ശക്തികളും ഭഗവാനും സൂക്ഷ്മം, ഭഗവാൻ നൽകുന്ന ശക്തികളും സൂക്ഷ്മാതിസൂക്ഷ്മ കൈകൾ പോലെ എനിക്ക് ചുറ്റും അലങ്കാരങ്ങളായി അനുഭവമാക്കുകയാണ്. സഹിക്കാനുള്ള ശക്തി, ഉൾക്കൊള്ളാനുള്ള ശക്തി, തിരിച്ചറിയാനുള്ള ശക്തി, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി, എന്തും നേരിടാനുള്ള ശക്തി, സഹകരണ ശക്തി, ഇന്ദ്രിയ നിയന്ത്രണ ശക്തി, ഭാണ്ഡം മുറുക്കാനുള്ള ശക്തി, അഷ്ടശക്തികളും എനിക്ക് ചുറ്റും. അലങ്കാരങ്ങൾ പോലെ ശക്തികളാൽ, സൂക്ഷ്മശക്തികളാൽ അലങ്കരിക്കപ്പെട്ട് ഭഗവാൻ എന്നെ കർമ്മക്ഷേത്രത്തിലേക്ക് അയക്കുകയാണ്. ഈ പിതൃസ്വത്താണ് എൻ്റെ അലങ്കാരം, ശക്തികളാണ് എൻ്റെ അലങ്കാരം. ശക്തികളുടെ അലങ്കാരത്തോടുകൂടി ഭ്രൂമധ്യത്തിലിരുന്നു കൊണ്ട് ആത്മാവായ ഞാൻ ഒറ്റയ്ക്കില്ല, എന്നോടൊപ്പം തന്നെ സർവശക്തിവാനായ എൻ്റെ ബാബയുമുണ്ട്. ഞാനും ബാബയും ഒരുമിച്ചാണ്. ശിവശക്തിയാണ് ഞാൻ. ഇനി മുതൽ ഓരോ നിമിഷവും ഞാൻ ഒറ്റയ്ക്കില്ല, ഞാനും ഭഗവാനും, ഭഗവാനും ഞാനും. സർവശക്തിവാൻ കൂടെയുള്ളത് കൊണ്ട് തന്നെ ഞാൻ സദാ ശക്തിശാലിയാണ്, സുരക്ഷിതനാണ്. ഈശ്വരീയ ശക്തികൾ എനിക്ക് ചുറ്റും കവചം പോലെ, കാവലാൾ പോലെ, ശക്തികളുടെ കാവൽക്കാർ കൂടെയുള്ളത് കൊണ്ട് ഞാൻ നിർഭയനാണ്. എനിക്കൊരു കാര്യത്തിലും പേടിയില്ല. നിർഭയതയോടുകൂടി അചഞ്ചലമായി ഏതിളക്കാൻ വരുന്ന സാഹചര്യത്തിലും ഇളകാതെ ദൃഢതയോടെ ജീവിതത്തിലേത് പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും നേരിടാനുള്ള ശക്തി ഇപ്പോഴെനിക്കുണ്ട്. കാരണം ഞാൻ സർവശക്തിവാൻ്റെ സുരക്ഷാ കവചത്തിലാണ്.
ശിവശക്തിയാണ് ഞാൻ. അതിനാൽ തന്നെ ഞാൻ സദാ വിജയിയാണ്. ഓം ശാന്തി.